ഹലോ, അപ്പം നമ്മൾ ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടാണ് ഗ്ലോബൽ വില്ലേജിൽ കയറാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് എല്ലാവർക്കും തന്നെ അറിയാം, പെപ്സി കുപ്പിയുടെ അടപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് എൻട്രി കിട്ടും. അപ്പോൾ എത്ര നാൾ ഈ ഓഫർ ഉണ്ടെന്ന് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ പെപ്സി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടപ്പ് കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത്. അപ്പം തന്നെ നമുക്ക് എൻട്രി ചാർജസ് ഒന്നും തന്നെ ഇല്ല. ഗ്ലോബൽ വില്ലേജ് നമുക്ക് എന്ന് വേണമെങ്കിലും പോകാൻ പറ്റും. നമുക്ക് ആഴ്ചയിൽ 7 ദിവസവും ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആണ്. അപ്പോൾ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് വൈകുന്നേരം 4 മണി തൊട്ട് രാത്രി 12 മണി വരെയാണ്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഷോപ്പിംഗാണ്. പുതിയ പുതിയ ട്രെൻഡിങ് ഫുഡ് ഐറ്റംസ്, പിന്നെ 50ലധികം രാജ്യങ്ങളുണ്ട്. രാജ്യങ്ങളുടെ ഓരോരോ പ്രൊഡക്ട്സ്, അവരുടെ ഓരോരോ കലാപരിപാടികൾ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയ വരുന്നത്. ഈജിപ്തിൽ പോകണമെന്ന് ഞങ്ങൾ വലിയൊരു ആഗ്രഹമാണ്. അപ്പം ഈജിപ്തിൽ പോകാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിൽ ഈജിപ്തിലൊന്ന് കയറി നോക്കാം. എനിക്ക് ഈ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമാണ്. ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. കുറച്ച് റേറ്റൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും നല്ല രസമാണ് സ്റ്റാർട്ടിങ് കാണാനായിട്ട്. ഇപ്രാവശ്യം നമ്മൾ എന്തായാലും മേടിക്കുന്നില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെന്ന് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യക്കാരെല്ലാവരും എന്തായാലും ഇന്ത്യയിൽ കയറാതെ പോകുമെന്ന് തോന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ത്യയിലൊന്ന് കയറി എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയണമല്ലോ. ഇനി അങ്ങോട്ടുള്ള ഏരിയ എനിക്കിഷ്ടമുള്ള, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഗെയിംസ്, പിന്നെ റൈഡ് ഒക്കെ ഭയങ്കര രസമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ റേറ്റൊക്കെ ഉണ്ട് അത്യാവശ്യം. അപ്പം അതും നമ്മൾ നെക്സ്റ്റ് ടൈം പ്ലാൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം നമ്മളിതിൻ്റെ എല്ലാത്തിലും കയറും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഗ്ലോബൽ വില്ലേജിലെ കാഴ്ചകൾ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.